പ്രായം കൊണ്ടല്ലെങ്കിൽ പോലും കേരളത്തിലെ ഇന്ന് ഏറ്റവും ഒരു തലമുതിർന്ന കോൺഗ്രസ് നേതാവാണ് അങ്ങ് അദ്ദേഹം. NSUIയുടെ പ്രസിഡൻറ്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റ്, AICCയുടെ ജനറൽ സെക്രട്ടറി. ഇത്തരം കോൺഗ്രസിൻ്റെ ആരും സ്വപ്നം കാണുന്ന ഉന്നത പദവികളെല്ലാം അലങ്കരിച്ചിട്ടുള്ള കേരളത്തിലെ ഒരേ ഒരു നേതാവായിരിക്കും ശ്രീ രമേശ് ചെന്നിത്തല. ഇപ്പോൾ അങ്ങ് AICCയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് മഹാരാഷ്ട്രയുടെ ചുമതല കൂടി വഹിക്കുന്നുണ്ട്. നമുക്ക് ദേശീയ തലത്തിൽ നിന്ന് ആരംഭിക്കാം. കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് കോൺഗ്രസിൻ്റെ സാഹചര്യങ്ങൾ? കോൺഗ്രസിന് വളരെ അനുകൂലമായ സാഹചര്യമാണ്. ഇന്ന് നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുന്ന ഒരു 400 സീറ്റ് കിട്ടി ജയിക്കുമെന്നുള്ള ഒരു പ്രചരണങ്ങൾ, അതെ, ആ പ്രചരണം ഭയത്തിൽ നിന്നുണ്ടാകുന്ന പ്രചരണമാണ്. അതെ, വാസ്തവത്തിൽ നരേന്ദ്രമോദി അമിത്ഷായും ഭയപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കും തോറുമായി ഭയം വർദ്ധിക്കുകയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയത്, NDAക്ക് കിട്ടിയത് 35% വോട്ടാണ്. ബാക്കി 65% വോട്ടും ഭിന്നിച്ചു പോയി പ്രതിപക്ഷത്ത്. ഞങ്ങളുടെ ശ്രമം എന്താണ്? കോൺഗ്രസിൻ്റെ ആ ഭിന്നിച്ചു പോയ 65% വോട്ടുകളെ ഒന്നിപ്പിക്കാനുള്ളതാണ്. അതാണ് ഇന്ത്യ അലയൻസ്, അല്ലെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. അങ്ങനെ 65% വോട്ടുകളെ ഒന്നിപ്പിച്ചാൽ വീണ്ടും മോഡി അധികാരത്തിൽ വരുന്നത് തടയാൻ കഴിയും. BJPയുടെ RSSൻ്റെ അജണ്ടകളെ തടയാൻ കഴിയും. ഒരു മതേതര ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിൽ വരും. ഞാൻ ഈ സാഹചര്യത്തെ കമ്പയർ ചെയ്യുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ 2ാം ഊഴത്തിന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഇന്ത്യ ഷൈനിങ് രീതിയാണ്. അന്ന് ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമുണ്ടാക്കുകയും ചാനൽ ചർച്ചകളിലും പരസ്യങ്ങളിലും ഒക്കെ വലിയ തോതിലുള്ള പ്രചരണം നടത്തി. പക്ഷേ അധികാരത്തിൽ വന്നത് UPA ആയിരുന്നു. അതേ സാഹചര്യമാണ്. കാരണം ജനങ്ങൾക്ക് മോഡിയിൽ ഇന്ന് വിശ്വാസക്കുറവുണ്ടായിരിക്കുന്നു. പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാത്ത പ്രധാനമന്ത്രിയാണ് എന്ന് ബോധ്യപ്പെടുന്നു. തന്നെയുമല്ല, രാജ്യത്തെ വർഗീയവൽക്കരിക്കുകയാണ്. ഇവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും രണ്ടാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം, അതിന് അധികാരം ആയുസ്സുണ്ടാവില്ല. പരിപാടികളിൽ അധിഷ്ഠിതമായ സർക്കാരുകൾക്ക് മാത്രമേ ജനങ്ങൾ പിന്തുണ കൊടുക്കുകയുള്ളൂ. അപ്പോൾ പരിപാടികളോ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളോ മുന്നിൽ വെച്ചുകൊണ്ടല്ല മോഡി ഗവൺമെൻറ് വീണ്ടും ജനവിധി തേടുന്നത്. പ്യുവർ വർഗീയതയാണ്. പൂർണ്ണമായും രാജ്യത്തെ വർഗീയവൽക്കരിക്കുകയാണ്. അതിന് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. കോൺഗ്രസ്സിന് ഇന്ന് നല്ല രാഷ്ട്രീയ കാലാവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചത്. ഒരു പ്രതീക്ഷയോടെ കൂടിയാണ് കാണുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം. നമ്മൾ പ്രതീക്ഷ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ കാരണം ഈ പരസ്യങ്ങളും വലിയ തോതിലുള്ള പ്രചരണങ്ങളും കാരണം ഒരു യുഫോറിയ ഉണ്ടാക്കിയിരിക്കുകയാണ്, ഒരു മായാവലയം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവരെന്തോ അധികാരത്തിൽ വരാം, അധികാരത്തിൽ വരില്ല എന്നുള്ളത് ഏറ്റവും നന്നായി അറിയാവുന്നത് മോഡിക്കും അമിത്ഷായ്ക്കുമാണ്. അതുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരായിട്ടുള്ള EDയുടെ കേസും അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് പോയ സംഭവങ്ങൾക്കും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ്സ് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പേ അടച്ചു കളയുന്ന രീതിയിൽ ഒരു നീക്കമാണ് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുണ്ടായത്. സത്യത്തിൽ അതിനെ ആ രീതിയിൽ ഫലപ്രദമായി നേരിടാൻ കോൺഗ്രസ്സിന് സാധിച്ചിട്ടുണ്ടോ? നമ്മളതാണ് മോഡി അമിത്ഷായും ഭയപ്പാടിലാണ്. അവർ ഭയപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണങ്ങളാണ് അങ്ങിവിടെ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടയ്ക്കുന്നു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സൊറൻ, 3 തവണ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ, 2 പേരെയും ജയിലിലടയ്ക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും പുരാതന പാർട്ടിയായ 10-60 വർഷക്കാലം ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? മോഡി ഭയപ്പാടിലാണ് എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾക്കൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് പോലും തരാൻ തയ്യാറല്ല.
ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയുടെ പഴയകാല ഏതോ അക്കൗണ്ടിൽ എന്തോ റിപ്ലൈ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നത് ഒരു ലിബറൽ ജനാധിപത്യ സംവിധാനത്തിന് ഒരിക്കലും ഗുണകരമല്ല. മാത്രമല്ല, ഞങ്ങൾ അപ്പീൽ പോകുമ്പോഴേ അപ്പീലുകളൊക്കെ തള്ളുന്നു. പിന്നെ സുപ്രീം കോടതി പോയിട്ടാണ് ഇപ്പോൾ തൽക്കാലം സ്റ്റേ ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയുടെ പ്രവർത്തനത്തിന് ഒരു രൂപ പോലും ചെലവഴിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കി വരിഞ്ഞ് മുറുക്കി മുന്നോട്ട് പോയി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് കരുതുന്ന ഒരു പാർട്ടിക്ക് എന്ത് ജനാധിപത്യ ബോധമാണ്? ഇതെന്ത് ജനാധിപത്യമാണ്? റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ ചെയ്യുന്ന അതേ രീതിയാണ് നരേന്ദ്രമോദി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ 42 വയസ്സുള്ള അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അവസാനം അദ്ദേഹം കഴിഞ്ഞ ദിവസം മരിച്ചു. ശവശരീരത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് സമരം ചെയ്യേണ്ടി വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷമുള്ളിച്ചാണ് മരിക്കുന്നതെന്ന് പറയുന്നു. സമാന സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതിപക്ഷത്തെ അടിച്ചമർത്തുക, തനിക്കെതിരായി ഉയരുന്ന ശബ്ദങ്ങളെ നിശബ്ദമാക്കുക, ED, CBI, ഇൻകം ടാക്സ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തുക, അവരെ വരുതിയിൽ കൊണ്ടുവരിക. ഈ ഒരു നിലപാട് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഇതുവരെ ഭരിച്ചിട്ടുള്ള ഏതെങ്കിലും ഗവൺമെൻറ്റുകൾ ചെയ്തിട്ടുണ്ടോ? ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ഓർക്കുന്നത്, ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു UP-യിൽ പ്രചരണത്തിന് പോയപ്പോൾ ഈസ്റ്റേൺ UP, കിഴക്കൻ UP-യിൽ ആജംഗഡ് എന്ന നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം പ്രചരണത്തിന് പോയി. പക്ഷേ മൈക്കിൽ അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചത് അവിടുത്തെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ രാം മനോഹർ ലോഹിയയ്ക്ക് വേണ്ടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ലോഹിയ പാർലമെൻറ്റിൽ വരേണ്ടത് നാടിനും ജനാധിപത്യത്തിനും ആവശ്യമാണ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ പാരമ്പര്യമാണ് ഈ രാജ്യത്തുള്ളത്. ഇന്നായിരുന്നെങ്കിൽ ആ ലോഹിയെ പിടിച്ച് ജയിലിലടച്ചിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുമായിരുന്നു. ഇതാണ് വ്യത്യാസം. ഇപ്പം രാഹുൽ ഗാന്ധി കേരളത്തിൽ ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ 3 മുന്നണികളുടെയും പൂർത്തിയായെങ്കിലും ഏറ്റവും വൈകി എത്തിയ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഇന്ന് രാഹുൽ ഗാന്ധി. അദ്ദേഹം ഇന്ന് കേരളത്തിലെത്തി പത്രിക സമർപ്പിച്ചു. ഈ ഇന്ത്യ മുന്നണിയിലെ കഴിഞ്ഞ ദിവസം പോലും വലിയൊരു റാലി ഡൽഹിയിൽ നടന്നു. അതിൽ 28 കക്ഷികളിൽപ്പെട്ട പാർട്ടികളാണ് കേരളത്തിൽ 2 മുന്നണികളായി മത്സരിക്കുന്നത്. അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസം പോലും CPIയുടെയും CPMൻ്റെയും നേതാക്കൾ പ്രധാനമായും പറഞ്ഞത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരാൻ പാടില്ലായിരുന്നു, വയനാട്ടിൽ വന്ന് മത്സരിക്കലായിരുന്നു എന്നാണ്. എന്താണ് കോൺഗ്രസിൻ്റെ അക്കാര്യത്തിലുള്ളൊരു അതിലെന്ത് ലോജിക്കാണ് സൂര്യദാസ്? എന്നോടൊന്ന് പറയൂ. രാഹുൽ ഗാന്ധി ഇവിടുത്തെ 5 വർഷം ഇവിടെ ജനങ്ങൾ 4.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച MP ആണ് അല്ലേ? അതെ, അത് ഇവിടുത്തെ MP ആണ്. അതെ. അന്ന് ഇന്ത്യ മുന്നണി ഇല്ലായിരുന്നു. അദ്ദേഹം സിറ്റിംഗ് MP ആണ്. ആ സിറ്റിംഗ് MP ആയി രാഹുൽ ഗാന്ധി നിലനിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണി ഉണ്ടായ സാഹചര്യത്തിൽ വാസ്തവത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു മുഖം കൂടിയായ രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ഇടതുപക്ഷത്തിൻ്റെ തീരുമാനം അപക്വമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ ചെയ്യേണ്ടിയിരുന്നത് എന്താ? രാഹുൽ ഗാന്ധി സിറ്റിംഗ് MP ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിന് അവർക്കൊരു ഔന്നത്യം ഉണ്ടാകുമായിരുന്നു. അവർ മത്സരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതൊരു സത്യമല്ലേ? രാഹുൽ ഗാന്ധി മാറി വേറെ സ്ഥാനാർത്ഥി നിന്നാൽ അവർ ജയിക്കുമോ? ഷാനവാസ്, MI ഷാനവാസ് ഈ മണ്ഡലം ഉണ്ടായ ശേഷം 2 തവണ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷം ജയിച്ചൊരു മണ്ഡലമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി സിറ്റിംഗ് MP ആയിരിക്കുമ്പോൾ, അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാന നേതാവായിരിക്കുമ്പോൾ, അദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ഇടതുമുന്നണിയുടെ തീരുമാനമാണ് തെറ്റ്. വൈകിട്ടില്ല, ഇനിയെങ്കിലും അവർ നോമിനേഷൻ പിൻവലിച്ച് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. CA ഒരു പ്രധാന വിഷയമാണ്. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഏകദേശം 7 ജില്ലകളിൽ അദ്ദേഹത്തിൻ്റെ പര്യടനം പൂർത്തിയാക്കി. CAA ആണ് പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയമായി ഇടതുപക്ഷ മുന്നണി ഉന്നയിച്ചു പോകുന്നത്. സത്യത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു രീതിയിലും വേണ്ട രീതിയിൽ ടേക്കപ്പ് ചെയ്തിട്ടില്ല
ഇതിൽ വേണ്ടത്ര ഒരു പ്രതിഷേധം തീർക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല എന്നൊരു ആരോപണം പലപ്പോഴും CPM-ൻ്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതിനോട് എന്താണ് അങ്ങയുടെ പ്രതികരണം? അല്ല, ഇപ്പോഴും ഒരു CIAയുടെ എന്ത് പ്രത്യേകത ഇവിടെ ഉണ്ടായി? CIA 2019 വന്നപ്പോൾ ഏറ്റവും ശക്തമായി അതിനെ എതിർത്തത് കോൺഗ്രസ്സാണ്. അതിനെതിരായി കോടതിയിൽ പോയത് മുസ്ലിം ലീഗും ഞാനുമാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവിനോട് ഞാൻ കോടതിയിൽ പോയി പാർട്ടിയായിട്ട് ആലോചിച്ചു. ഇപ്പോഴും ഞങ്ങളുടെ കേസ് സുപ്രീം കോടതി. ഇപ്പോൾ ഇവിടെ വീണ്ടും ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ ഞാനും പോയി, കപിൽ സിബൽ മുഖേന മുസ്ലിം ലീഗും പോയി. CPM-ലെ ആരെങ്കിലും കോടതിയിൽ പോയോ? പിണറായി വിജയൻ ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കോടതി അല്ലെ പാർട്ടി സെക്രട്ടറി കോടതി പോകണ്ടേ? പോയില്ല. അദ്ദേഹം പറഞ്ഞു ഗവൺമെൻറ് പോകുന്നു. ഗവൺമെൻറ് പോകാൻ കഴിയില്ല. നമ്മുടെ ഫെഡറൽ തത്വങ്ങളനുസരിച്ച് ഭരണഘടനാപരമായി കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കുന്ന നിയമത്തിനെതിരായി സംസ്ഥാന ഗവൺമെൻറ് പോകാൻ കഴിയില്ല. പിണറായി വിജയന് പോകാം, മുഹമ്മദ് റിയാസിന് പോകാം, മറ്റേതൊരു ബാലഗോപാലിന് പോകാം, മന്ത്രിക്ക് പോകാം. പക്ഷേ ഗവൺമെൻറ്റിന് പോകാൻ കഴിയില്ല. ഇപ്പം സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമത്തിനെതിരെ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് കോടതി പോകാൻ പറ്റുമോ? അതിനെതിരെ പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. ഇതൊന്നും അറിയാതെ വെറുതെ ആളുകളെ കബളിപ്പിക്കാൻ പറയാം. തന്നെയുമല്ല, CIAക്ക് എന്തിനാണ് CIA ചട്ടങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നത്? BJP അവരിത് കൊണ്ടുവന്നത് അവർക്ക് അനുകൂലമായൊരു വർഗീയ ധ്രുവീകരണത്തിനാണ്. ആ വർഗീയ ധ്രുവീകരണം വടക്കേ ഇന്ത്യയിൽ സ്ഥാപിച്ചു കൊടുക്കാനാണ് ഇവിടെ CPM ശ്രമിക്കുന്നത്. ഇവിടെ എവരെന്ത് ചെയ്യുന്നു? പിണറായി വിജയൻ കഴിഞ്ഞ് 8 ജില്ലകളിൽ ജാഥ നടത്തുന്നത് എന്തിനാണ്? തൻ്റെ ഭരണപരാജയങ്ങൾ മറച്ചു വെക്കാൻ, ഈ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ശ്രമമാണ്. ഹിസ്റ്ററി വിൽ നോട്ട് റിപ്പീറ്റ് ആൾവേസ്. അങ്ങനെ അദ്ദേഹം തെറ്റിദ്ധാരണയിലാണ്. ഇങ്ങനെ CIAയുടെ കാര്യം പറഞ്ഞ് നടന്നാൽ തൻ്റെ ശമ്പളം കൊടുക്കാത്തത്, പെൻഷൻ കൊടുക്കാത്തത്, നാട്ടിൽ വികസനമില്ലാത്തത്, ജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം, ദുരിതം, പട്ടിണി, പെൻഷനില്ലായ്മ, ഇതെല്ലാം മറച്ചു വെക്കാം. ഇത് പറഞ്ഞാൽ മതി. മനുഷ്യനെ വർഗീയമായി ചേരിതിരിവ് ഉണ്ടാക്കാൻ മോഡിയും പിണറായിയും ശ്രമിക്കുകയാണ്. ഇതിനകത്ത് കേരളത്തിലെ ജനങ്ങൾ വീടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവൻ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. അവൻ്റെ കണ്ണ് വെട്ടിക്കാൻ, അവൻ്റെ മുമ്പിൽ ഒരു പുകമറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണിത്. അതിനകത്ത് ഞങ്ങൾ വീഴത്തില്ല, സംശയമൊന്നും വേണ്ട. ഞങ്ങൾക്ക് വീഴേണ്ട കാര്യമില്ലത്. ജനങ്ങൾക്കെല്ലാം ഇത് ബോധ്യമുണ്ട്. പിന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ക്യാബിനറ്റ് തന്നെ ഈ CIA പിൻവലിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മാത്രവുമല്ല, പൗരത്വം തീരുമാനിക്കേണ്ടത് ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല എന്ന പൂർണ്ണ വിശ്വാസം കോൺഗ്രസ്സിനുണ്ടായിരുന്നുകൊണ്ടാണ് ഞങ്ങൾ ഭരണഘടനയിൽ വ്യക്തമായി പൗരത്വത്തെ നിർവചിച്ചിട്ടുള്ളത്. ഈ ഭരണഘടന ഉണ്ടാക്കിയത് കോൺഗ്രസ് തന്നെയാണ്, അല്ലേ? ആ ഭരണഘടന ഉണ്ടാക്കിയ കോൺഗ്രസ്സിനെ CIA പറ്റി പഠിപ്പിക്കാൻ പിണറായി വിജയൻ മുതലണ്ട. കാരണം ഈ രാജ്യത്ത് ഭരണഘടന ഉണ്ടാക്കി മനുഷ്യൻ്റെ പൗരത്വത്തിന് എങ്ങനെ പൗരത്വം കൊടുക്കണമെന്ന് എഴുതി വെച്ച പാർട്ടി കോൺഗ്രസ്സാണ്. അത് തിരുത്താൻ BJP വരുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ അത് ആദ്യം ചെയ്യാൻ പോകുന്നത് CIA എന്നുള്ള നിയമം ഞങ്ങൾ അറബിക്കടലൊഴുക്കും, ഞങ്ങൾ ഇല്ലാതാക്കുമെന്നുള്ള ഞങ്ങളുടെ തീരുമാനമാണ്. ഇത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയും മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പിണറായി വിജയൻ്റെ ഒരു തന്ത്രമാണ്. ആ തന്ത്രം ഇത്തവണ വിജയിക്കാൻ പോകുന്നില്ല. ആളുകൾക്ക് ഇതറിയാവുന്ന കാര്യമാണ്. മോഡി ചെയ്യുന്ന അതേ കാര്യം പിണറായിയും ചെയ്തു. അങ്ങിപ്പോൾ പറഞ്ഞല്ലോ പെൻഷൻ കൊടുക്കാത്ത കാര്യം, അതുപോലെ ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി ലഭിക്കാത്ത വിഷയങ്ങൾ, അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ കുറേ പിടിപ്പുകേടുകൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടി. എന്ന് പറഞ്ഞാൽ CA ഒരു ഭാഗത്ത് ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടതുമുന്നണിയെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരമായ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാണോ ഇത്തവണ പ്രധാനമായും UDF-ഉം കോൺഗ്രസും പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? രണ്ട് രീതിയിലാണ്. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾ, കേന്ദ്രം കൊടുത്തിട്ടുള്ള ഗ്യാരൻറ്റികൾ ഒന്നും നടപ്പായിട്ടില്ല. ഒരു വർഷം 2 കോടി ആളുകൾക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ കള്ളപ്പണം മുഴുവൻ, മുതലാളിമാരുടെ കള്ളപ്പണം മുഴുവൻ പിടിച്ചുകൊണ്ട് വന്ന് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും പോക്കറ്റിലേക്ക്, അവൻ്റെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വീതം ഇട്ട് തരുമെന്ന് പറഞ്ഞു. ആർക്കും കിട്ടിയില്ല. പെട്രോളും ഡീസലും 35 രൂപയ്ക്ക് ലിറ്ററിന് തരുമെന്ന് പറഞ്ഞു. 100 രൂപ കവിഞ്ഞു. മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡീസലിൻ്റെ കുക്കിംഗ് ഗ്യാസിൻ്റെ വില 400 രൂപയായിരുന്നു.
1200 കർഷകരുടെ വരുമാനം 2 ഇരട്ടി വർദ്ധിപ്പിക്കുമെന്ന് മോഡിയുടെ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. കർഷകൻ ഹരിയാന ഡൽഹി ബോർഡറുകളിൽ സമരം ചെയ്ത് പോലീസിൻ്റെ ലാത്തിയടിയും തോക്കും ഏറ്റ് ആളുകൾ മരിക്കുന്ന സ്ഥിതിയാണെന്നുള്ളത്. ഓരോ മിനിറ്റിലും ഇന്ത്യയിൽ ഓരോ കർഷകനും ഇന്ന് ആത്മഹത്യ ചെയ്യുകയാണ്. ഏത് ഗ്യാരണ്ടിയാണ് നടപ്പായത്? അവിടെയും ഈ തൻ്റെ ഭരണപരാജയം മറച്ചു വെക്കാൻ വേണ്ടി വർഗീയവൽക്കരിക്കുകയാണ്. രാമക്ഷേത്രത്തിൻ്റെ കാര്യം പറയുകയാണ്, 370യുടെ കാര്യം പറയുകയാണ്, CIയുടെ കാര്യം പറയുകയാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമുള്ള കാര്യമാണ്. കേരളത്തിലെ ഗവൺമെൻറ്റും അതാ ചെയ്യുന്നത്. ഇവർ പിണറായി വിജയനും നരേന്ദ്രമോദിയും ഒരേ തൂവൽ പക്ഷികളാണ്. രണ്ടും ഒരേ പതിപ്പാണ്. ഇവരെന്താ ചെയ്യുന്നത്? നാട്ടിൽ ജനങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് മാസം 1-ാം തീയതി എല്ലാ മാസം 1-ാം തീയതി ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നു കേരളത്തിൽ എല്ലാ കാലവും. ആര് ഭരിച്ചപ്പോൾ ശമ്പളം കിട്ടുന്നുണ്ടോ? ഇല്ല. റിട്ടയർ ചെയ്ത സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല. നിലനിൽക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് 19% DA കൊടുക്കാനുണ്ട്, കൊടുക്കുന്നില്ല. 52 ലക്ഷം വരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുന്നവർക്ക് 9 മാസമായി പെൻഷനില്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൊടുക്കുമായിരിക്കും. കാരണം പുതിയ സാമ്പത്തിക വർഷമായല്ലോ. 1-2 മാസത്തെ പെൻഷൻ കൊടുത്തിട്ട് പറയും ഞങ്ങൾ ഇതാ പെൻഷൻ തന്നിരിക്കുന്നു, ഞാൻ കൂട്ടി ചെയ്യാൻ പറയും. നാട്ടിൽ ഏതെങ്കിലും ഒരു വികസനം നടക്കുന്നുണ്ടോ സൂര്യദാസ്? ഏതെങ്കിലും ഒരു നല്ല വികസന പ്രവർത്തനം നടന്നതായിട്ട് അവർക്ക് പറയാൻ കഴിയുമോ? പദ്ധതി വെട്ടിക്കുറച്ച് കേരളത്തിൽ പദ്ധതി ഇല്ലാതായില്ലേ? ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് പണം കൊടുക്കാത്തത് കൊണ്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ പരിപൂർണമായും ഡിഫെക്റ്റ് ആയില്ലേ? എന്താണ് ഇവിടെ നടക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിൽ ആളുകളുടെ മൃദുല വികാരങ്ങളെ, വർഗീയ വികാരങ്ങളെ, ജാതി വികാരങ്ങളെ ഇളക്കിവിടുന്ന പ്രസ്താവനകളല്ലാതെ ഈ കൊച്ചു കേരളത്തിന് 8 വർഷമായി ഈ മുഖ്യമന്ത്രി എന്ത് ചെയ്തു? ഈ ഭരണം എന്ത് ചെയ്തു? ഈ 2ാം പിണറായി ഗവൺമെൻറ് ഒരു ബാധ്യതയായി മാറുകയാണ്. ജനങ്ങൾ ഇവരെ മടുത്തിരിക്കുകയാണ്. അഴിമതിയും കൊള്ളയും നടത്തുന്ന ഒരു ഗവൺമെൻറ് മാത്രമല്ല, ധൂർത്തും അനാവശ്യ ചെലവുകളും മാത്രം നടത്തുന്ന ഒരു ഗവൺമെൻറ്. പൗരൻ്റെ ബേസിക് എന്തിനേറെ പോകണം? റേഷൻ കടയിൽ പോയാൽ നിങ്ങൾക്ക് സമയത്തിന് റേഷനറി കിട്ടുന്നുണ്ടോ? മാവേലി സ്റ്റോറിൽ പോയാൽ സബ്സിഡി സാധനത്തെ വില കൂട്ടി കിട്ടുന്നുണ്ടോ? നിങ്ങൾ മനുഷ്യൻ്റെ കയ്യിൽ 5 രൂപ എടുക്കാനല്ലാതെ ആളുകൾ ഇന്ന് കഷ്ടപ്പെടുകയാണ്. മുണ്ട് മുറുക്കി കൊടുക്കുകയാണ്. കച്ചവടക്കാർ, ടാക്സി ഡ്രൈവർമാർ, ഓട്ടോറിക്ഷക്കാർ ചോദിച്ചു നോക്കുക. അവരുടെ വരുമാനത്തിൽ പകുതി കുറഞ്ഞിരിക്കുകയാണ്. നാട്ടിലെ ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയാണ്. ആരാണ് ഈ ദുരന്തത്തിലേക്ക് എത്തിച്ചത്? ഇവിടെ ഞങ്ങൾ വന്ന് പറഞ്ഞതല്ലേ, കിഫ്ബിയിൽ നിങ്ങളിങ്ങനെ അനാവശ്യമായി ദൂർത്ത് പണം കടം വാങ്ങരുത്. കേരളത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ 3% മാത്രമേ കടമെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ GDPയുടെ 3% മാത്രമേ കടമെടുക്കാൻ പറ്റുള്ളൂ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതുപോലെയാണ്. കേരളത്തിൽ മാത്രമൊന്നും, എല്ലാവർക്കും ഒരുപോലെയാണ്. FRBM ആക്ട് വന്ന ശേഷം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് നിലനിൽക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കടം എടുത്തപ്പോൾ ഞങ്ങൾ വാൺ ചെയ്തതാണ്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് നിങ്ങൾ ചെയ്യരുത്, മസാല ബോണ്ട് വാങ്ങരുത്, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. ഇത് കേരളത്തിൽ ഭാവിയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ ആക്ഷേപിച്ചവരാണിവർ. ഇപ്പം എന്താ സ്ഥിതി? കാലണ എടുക്കാൻ നിവർത്തിയില്ല. ഇപ്പോൾ ഇത് കേരളത്തിൽ കടുത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ, മന്ത്രിമാരും ഒക്കെ ഒരു ജന്തർ മന്ദറിൽ ഒരു സമരം നടത്തി. അതിനുശേഷം അതോടൊപ്പം തന്നെ കോടതിയിലും, സുപ്രീം കോടതിയിലും കേസ് കൊടുത്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ആ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്ന നടപടി സർക്കാരിന് വളരെ ഫേവറബിളാണ് എന്നാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ കേരളത്തിൻ്റെ ഈ പൊതുവായ ഒരു ആവശ്യത്തോട് പ്രതിപക്ഷം വേണ്ട രീതിയിൽ സഹകരിച്ചില്ല എന്നുള്ളൊരു ആരോപണത്തോട് താങ്കൾ എങ്ങനെയാണ്? ഞങ്ങൾ എന്തിനാണ് സഹകരിക്കേണ്ടത്? കേരളത്തിൻ്റെ എല്ലാ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു പാർട്ടിയാണ്, മുന്നണിയാണ് UDF. ഞങ്ങൾ ധനകാര്യ കമ്മീഷനുകളുടെ മുമ്പാകെ സംസ്ഥാനങ്ങൾ കൂടുതൽ നികുതി വരുമാനം നൽകണമെന്നും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നൊക്കെ ഞങ്ങളും ആവശ്യപ്പെടുന്നതാണ്. ഞങ്ങളതിനുവേണ്ടി നിൽക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾ ധൂർത്തും അഴിമതിയും കാണിച്ച് കേരളത്തിൻ്റെ ഖജനാവിനെ കൊള്ളയടിച്ചിട്ട് ഇവിടെ സമരം ചെയ്തിട്ട് എന്ത് കാര്യം?
ഞങ്ങൾ പറഞ്ഞതല്ലേ ഇതൊന്നും ചെയ്യരുതെന്ന്. നിങ്ങൾ കിഫ്ബിയിലൂടെ അനാവശ്യമായ പണം ലോൺ എടുത്തു. നിങ്ങൾ ആ ലോൺ എടുത്ത പണം എന്തെങ്കിലും ഒരു റവന്യൂ ജനറേഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പദ്ധതിക്ക് നടപ്പാക്കി. ഞങ്ങളുടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എടുത്തത് കൊച്ചി മെട്രോയ്ക്ക് എടുത്തു, 3% പലിശയ്ക്ക് എടുത്തത്. വിഴിഞ്ഞ ഹാർബറിന് എടുത്തു. ഞങ്ങൾ കണ്ണൂർ വിമാനത്താവളത്തിനെടുത്തു. അവിടെയൊക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികളാണ്. നിങ്ങൾ എന്ത് റവന്യൂ ജനറേഷനാണ് ഉണ്ടാക്കിയത്? മാത്രമല്ല, ഈ കടമെടുത്ത് കേരളത്തെ കടത്തിൽ മുക്കുന്ന ഗവൺമെൻറ് അല്ലേ. ഇപ്പം മുഖ്യമന്ത്രി പറയുന്നത് എന്തോ വലിയ എന്ത് നേട്ടം ഉണ്ടായേ? സുപ്രീം കോടതിയിൽ പോയിട്ട് നേട്ടം ഉണ്ടായത് കപിൽ സിബലിനാണ്. അദ്ദേഹത്തിന് 2-3 കോടി രൂപ കിട്ടി. കപിൽ സിബലിന് ഈ പട്ടിണിയെ പിടിച്ച് കിടക്കുന്ന കേരളത്തിൽ നിന്ന് 3 കോടി രൂപ കിട്ടി. അല്ലാണ്ട് എന്തേ അവർക്ക് നേട്ടം ഉണ്ടായേ? ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി ഇനി ഈ ഗവൺമെൻറ് പോയാൽ പോലും വരാൻ പോകുന്നില്ല. ഉണ്ടോ? ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി ഉടനെ വരാൻ പോകണോ? എന്ത് നേട്ടം ഉണ്ടായെന്ന് മുഖ്യമന്ത്രി പറയുന്നത്? നേട്ടം ഉണ്ടായത് കപിൽ സിബലിന് മാത്രമേ ഉള്ളൂ. ഒരു നേട്ടവും ഉണ്ടായില്ല. ഇവർ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് കോടതി തന്നെ പറഞ്ഞു. ഇവരുടെ അനാവശ്യ ചെലവും ധൂർത്തും ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങും തെറ്റാണെന്ന് കോടതി തന്നെ പറഞ്ഞു. ഇവർ പറഞ്ഞു 54,000 കോടി ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. ആ കാര്യം എന്താ സുപ്രീം കോടതി പറഞ്ഞില്ലല്ലോ. ആളുകളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരങ്ങൾ. സ്വന്തം അഴിമതിയും കൊള്ളയും ധൂർത്തും കൊണ്ടുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറച്ചു വെക്കാനാണ് ഈ സമരം നടത്തിയത്. പക്ഷേ ആ സമരത്തിന് യാതൊരു എഫക്റ്റും ഉണ്ടായില്ല. ആരും പോയില്ലല്ലോ. ഏത് നേതാവ് പോയ സമരത്തിന്? ആ കേജ്രിവാൾ ഒഴിച്ചൊരു മുഖ്യമന്ത്രി പോയില്ലല്ലോ. പഞ്ചാബ് മുഖ്യമന്ത്രിയും പോയി. ആ സമരത്തിന് ദേശീയ ശ്രദ്ധയും ഉണ്ടായില്ല. അപ്പോൾ ഭരണപരാജയങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി തങ്ങൾ നടത്തുന്ന അഴിമതിയും കൊള്ളയും അനാവശ്യ ചെലവുകളും തെറ്റായ നയങ്ങളും കൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പടിക കണ്ടെത്തിയ ഒരു ഗവൺമെൻറ്റായിരുന്നു. സാമ്പത്തിക തകർച്ചയുടെ നെല്ലിപ്പടിക കണ്ടെത്തി. SDPI കഴിഞ്ഞ ദിവസം UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ ആ പിന്തുണ UDFിൻ്റെ വർഗീയ നിലപാടുകളും കാഴ്ചപ്പാടുകളുമാണ് തുറന്നു കാട്ടുന്നതെന്ന് ഒരേ സമയം BJPയും അതുപോലെ തന്നെ CPMും അതിനെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. സത്യത്തിൽ ഏത് സാഹചര്യത്തിലാണ് SDPI ഏതെങ്കിലും ചർച്ചകൾ അവരുമായി നടത്തിയിട്ടുണ്ടോ? എന്ത് സാഹചര്യത്തിലാണ് അവർ ഇത്തവണ UDFന് പിന്തുണ പ്രഖ്യാപിച്ചത്? ഞങ്ങൾ SDPIയുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങൾ അവരുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുമില്ല. അവർ പൊടുന്നതിനെ അവർ പിന്തുണ പ്രഖ്യാപിക്കുകയാണുണ്ടായത്. ഞങ്ങൾക്ക് ഒരു വർഗീയ കക്ഷികളുടെയും പിന്തുണയുടെ ആവശ്യമില്ല. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നവരാണ് UDFകാർ. അതുകൊണ്ട് SDPIയുടെ പ്രവർത്തന രീതി അറിയാവുന്നത് കൊണ്ട് തന്നെ അവരുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ആളുകൾ എങ്ങനെ വോട്ട് ചെയ്യുന്നു അത് അവരവർ വോട്ട് ചെയ്യുന്നവർ ഓരോരുത്തർ പോയി വോട്ട് ചെയ്യുന്നത് ശരി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ SDPIയുടെ പിന്തുണ LDFനായിരുന്നു. കാലാകാലങ്ങളായി അവരോടൊപ്പം പഞ്ചായത്തുകളിൽ അവരോടൊപ്പം ഭരിക്കുന്നുണ്ട് പലയിടത്തും. ഞങ്ങളവരുടെ പിന്തുണയൊന്നും വാങ്ങിച്ചിട്ടില്ല. എന്നും വർഗീയ ശക്തികളുടെ പിന്തുണ വാങ്ങിച്ചിട്ടുള്ളത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും മാറി മാറി പുണർന്നിട്ടുള്ള പാർട്ടി CPMമാണ്. ഈ മൗലവി പദവുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഇപ്പോൾ കേരളത്തിൽ വളരെ സജീവ ചർച്ചയാണ്. അതിൽ വേണ്ടത്ര പോലീസിൻ്റെ അങ്ങ് നേരത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ അന്വേഷണ രീതിയിൽ, പോലീസിൻ്റെ അന്വേഷണ രീതിയിൽ അതിൽ കാര്യമായൊരു വീഴ്ച സംഭവിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറയുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രമുഖമായ പല മുസ്ലിം സംഘടനകളും അങ്ങനെ പറയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ നിലപാട് അക്കാര്യത്തിൽ എന്താണ്? റിയാസ് മൗലവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം വഴിതെറ്റിയെന്നും പ്രോസിക്യൂഷന് ഗുരുതരമായ പിഴവുണ്ടായെന്നും കോടതിയാണ് പറഞ്ഞു. പള്ളിയിൽ കയറി റിയാസ് മൗലയെ RSSകാർ വെട്ടിക്കൊന്നു. ആ വെട്ടിക്കൊന്ന RSSകാർ മുഴുവൻ ഇപ്പോൾ കുറ്റവിമുക്തരായിരിക്കുന്നത്. ഇവിടെയാണ് RSSും BJPയും CPMും തമ്മിലുള്ള ബന്ധം. അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ എനിക്കറിയാം. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും പോലീസ് SP ആയി ചെയ്തിട്ടുള്ള ആളുകളാണ്. അയാൾക്ക് ഒരു തെറ്റും എനിക്ക് പറയാൻ കഴിയില്ല. സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ആ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ ഉന്നത ഇടപെടലുണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. BJPയെയും RSSനെയും സഹായിക്കാൻ വേണ്ടി
ഭരണകക്ഷി ഇടപെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, സൂര്യദാസ് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, റവന്യൂ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരനെ BJPക്കാർ ആക്രമിച്ച കേസിൽ അവസാനം കൂറുമാറിയ ആളുകളാണ് കാസർകോട്ടെ CPMകാർ. ആരെ രക്ഷിക്കാൻ? BJPയെ രക്ഷിക്കാൻ. ചന്ദ്രശേഖർ നിയമസഭയിൽ അത് പറഞ്ഞില്ല, വെളിയിൽ തൻ്റെ ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചു. ആ സംഭവം ഓർക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകും ഇവിടെ CPMഉം BJPയും തമ്മിലുള്ള അന്തർധാര ശക്തമാണ്. റിയാസ് മൗലവിയുടെ കേസിനകത്ത് സംഭവിച്ചത് സംസ്ഥാനത്തെ CPMഉം BJPയും തമ്മിലുള്ള രഹസ്യ ബാന്ധവമാണ്. അതുകൊണ്ടാണ്, അല്ലാണ്ട് അന്വേഷണം ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. അന്വേഷണം നടത്തുമ്പോൾ ഉന്നത ഇടപെടലുകൾ നടന്നിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ടിങ്ങനെ വന്നത്. ഞങ്ങൾ പറഞ്ഞല്ല, കോടതിയാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, പോലീസ് പരാജയപ്പെട്ടു. പോലീസും പ്രോസിക്യൂഷനും പരാജയപ്പെടുമ്പോൾ ആര് പരാജയപ്പെടുന്നു? ആഭ്യന്തരമന്ത്രി പരാജയപ്പെടുന്നു. ആരാണ് ആഭ്യന്തരമന്ത്രി? മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പരാജയമാണിത്. കേരളത്തെ ഞടുക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു അരുംകൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മുഴുവൻ BJPക്കാരും RSSകാരും രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ കറുത്ത കരങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, ഇതിനകത്ത് CPMഉം BJPയും തമ്മിലൊരു ധാരണയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒരു കൂട്ടുകെട്ടുണ്ട്. അവരുടെ ലക്ഷ്യം കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക. നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം, പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിനെ തകർക്കുക. നിങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലത്തെ കേരള മുഖ്യമന്ത്രിയുടെ പ്രസംഗം എടുത്താൽ അദ്ദേഹം നരേന്ദ്രമോദിയെ അമിത്ഷായെ വിമർശിക്കുന്നില്ല, രാഹുൽ ഗാന്ധിയാണ് വിമർശിക്കുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഏക വ്യക്തി കേരളത്തിലുള്ളത് പിണറായി വിജയനാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ്സിന് പ്രസക്തി ഉണ്ടാകും, തങ്ങളുടെ രാഷ്ട്രീയം അവസാനിക്കുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയത് 40% വോട്ട്, LDFന് കിട്ടിയത് 44% വോട്ട്. BJPക്ക് 14% ഉണ്ടായിരുന്ന വോട്ടുകൾ 10 കുറഞ്ഞു, 4% വോട്ട് LDFന് പോയി. 69 സീറ്റുകൾ, എൻ്റെ കണക്കുണ്ട്, 69 സീറ്റുകളിൽ BJPയുടെ വോട്ട് പോയത് CPMനാണ്. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം അത് ആഗ്രഹിച്ച് നടപ്പാക്കാൻ വേണ്ടി പിണറായി വിജയനെ സഹായിക്കുകയാണ് BJP നേതൃത്വം ചെയ്തത്. വലിയ വലിയ വായിൽ വർത്താനം പറയും, കാര്യം വരുമ്പോൾ അവരൊന്നാണ്. കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ കൊലപാതകമുണ്ട്. ഇപ്പം ഉണ്ടാകരുതെന്നാണ് എൻ്റെ ആഗ്രഹം, ഉണ്ടാകരുതെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഒന്ന്, ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ ആരാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ആരാണ് എൻ്റെ പിന്നിലെ ശക്തി ആരാണ്? മാത്രമല്ല, എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നു. അതാണ് ഈ മാധ്യമങ്ങളെ കണക്ക് പുറത്തെന്ന് പറഞ്ഞത്. എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ച RSSഉം CPMുമായിട്ടാണ്. അവിടെ ആരംഭിച്ച ആ രാഷ്ട്രീയ ഐക്യം ഇന്ന് എല്ലാ തലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ ഭയങ്കര യോജിപ്പാണ്. പരസ്പരം കടിച്ചു കീറുന്നതായിട്ട് നമുക്ക് തോന്നും, പക്ഷേ CPMഉം BJPയും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പരിണിത ഫലമാണ് കേരളത്തിലെ തുടർഭരണം. ആ തുടർഭരണത്തിന് ദുരന്തമാണ് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്നത്. അതുകൊണ്ട് റിയാസ് മൗലവിയുടെ കേസ് അപ്പീൽ പോയിട്ട് കാര്യമില്ല. ഞാനും കുറച്ച് നാൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്തൊരു വ്യക്തി എന്നോട് ഞാൻ പറയുന്നു, പുനരന്വേഷണം കൊണ്ട് മാത്രമേ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ കഴിയൂ. അപ്പീൽ പോയാൽ എന്താണ്? ഇതേ തെളിവുകളാണ് ആ കോടതിയുടെ മുമ്പിൽ, അല്ലേ? അപ്പീൽ പോയാലും ഇതേ തെളിവുകളാണ് പോകുന്നത്, ഇതേ പ്രോസിക്യൂഷൻ്റെ നിലപാടുകളും പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടും പോലീസ് ഡയറിയും ഒക്കെയാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഈ അപ്പീൽ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. വീണ്ടും പ്രതികൾക്ക് സുരക്ഷിതമായ ജീവിക്കാനുള്ള അവസരമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കേസ് പുനരന്വേഷിക്കണം. മുഖ്യമന്ത്രിയോട് ഞാൻ പറയുന്നു, ഈ കേസ് അങ്ങ് പുനരന്വേഷിക്കാൻ തയ്യാറുണ്ടോ?
അതിനാണ് ഉത്തരവിടേണ്ടത്, അപ്പീലിനല്ല. അപ്പീൽ പോയിട്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. കോടതിയുടെ മുമ്പിൽ ഫാക്ട്സാണ് പ്രധാനം, അല്ലേ? തെളിവുകളാണ് പ്രധാനം. അത് നിങ്ങളുടെ കയ്യിലില്ലാത്തടത്തോളം കാലം ഈ കേസിൽ പ്രതികൾ രക്ഷപ്പെടും. പുനരന്വേഷണമാണ് ഏറ്റവും ആവശ്യം. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിഷയം താങ്കൾക്കറിയാമല്ലോ. അവിടെ ഒരു വിദ്യാർത്ഥിയാണ് ഇതൊരു വളരെ കേരളം മുഴുവൻ ഞെട്ടിപ്പോയ ഒരു സംഭവമാണത്. അതിനുശേഷം കോട്ടയത്തുനിന്ന് മുൻ എം പി കെ സുരേഷ് കുറുപ്പ്, അദ്ദേഹം SFIയുടെ ഒരു കാലത്ത് സംസ്ഥാന പ്രസിഡൻറ്റും ദേശീയ നേതാവൊക്കെ ആയിരുന്നു SFIയുടെ. കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി, ഇവർ രണ്ടുപേരും ഇന്നത്തെ SFI എത്തിപ്പെട്ടിരിക്കുന്ന ഒരു ക്യാമ്പസുകളിൽ അവർ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് പരാമർശിക്കേണ്ടായി. ഒരു കാലത്ത് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡന്റ് കൂടിയായ അങ്ങേക്ക് ക്യാമ്പസുകളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ക്യാമ്പസിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ വളരെ ഞെട്ടിപ്പിക്കുന്നതും ഭീകരവുമാണ്. കോളേജുകളിൽ ഇന്ന് ഇടിമുറികൾ വന്നു. മിക്ക കോളേജിൽ ഇടിമുറികളുണ്ട്. SFIക്കാരല്ലാത്ത ആർക്കും അവിടെ വിദ്യാർത്ഥി പ്രവർത്തനം നടത്താൻ കഴിയില്ല. SFIയുടെ രാജാണ്. ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരുടെയും താവളങ്ങളായി കോളേജ് ഹോസ്റ്റലുകൾ മാറുകയാണ്. കോളേജിൽ പഠിക്കാത്തവരാണ് കൂടുതൽ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. ആരും ചോദിക്കാനില്ല. ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായതുകൊണ്ട് അധ്യാപകരും ചോദിക്കാറില്ല. യൂണിവേഴ്സിറ്റിയിലുള്ള അവരവരുടെ നോമിനി ആയതുകൊണ്ട് അവരാരും ചോദിക്കാറില്ല. ഇതിൻ്റെ ഫലമായി ഒരു കാലത്ത് സ്വതന്ത്ര ചിന്തയുടെ ഉറവിടങ്ങളായ കലാലയങ്ങൾ ഇന്ന് സാമൂഹ്യ വിരുദ്ധന്മാരുടെയും ഗുണ്ടകളുടെയും താവളങ്ങളായി മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗുണ്ടാ സംഘങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമായി SFI മാറുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം, ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയതാണ്. നാട്ടിലേക്ക് പോയ ആ വിദ്യാർത്ഥിയെ തിരിച്ചു വിളിക്കുകയാണ്. വിളിച്ചിട്ടാണ് 120-120ഓളം കുട്ടികളുടെ മുമ്പിൽ വെച്ച് ആ കുട്ടിയെ ഭേദിച്ച് കൊല്ലുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതുവരെ ഒരക്ഷരം അതിനെപ്പറ്റി മിണ്ടിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്, വേദന കൊണ്ട് ചോദിക്കുകയാണ്. ഒരു കുട്ടിയെ കൊന്ന് 130 ആളുകൾ മർദ്ദിച്ചും ഒരു തുള്ളി വെള്ളം കൊടുക്കാതെയും ഭക്ഷണം കൊടുക്കാതെയും ദിവസങ്ങളോളം മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ട് അതിൻ്റെ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്തിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരക്ഷരം വേണ്ടി, ഒരീച്ച ചത്താൽ പ്രതികരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മൗനമായ അനുവാദത്തോടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് SFI നടത്തുന്നത്. ഇവരുടെ പ്രവർത്തനം കാരണം കോളേജുകൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോകാൻ കഴിയത്തില്ല. അതുകൊണ്ടാണല്ലോ കോളേജ് വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നത് ബാംഗ്ലൂരിലും മദ്രാസിലും മറ്റു സ്ഥലങ്ങളിലുമാണ്, വിദേശത്തുമാണ്. ഇവിടെ എന്തിനാണ് പഠിക്കുന്നത്? ഇവിടെ പഠിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും കോളേജിൽ പോകാൻ പറ്റുമോ? നന്നായിട്ട് കലോത്സവത്തിൽ പങ്കെടുത്താൽ പോകുന്ന വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കരുത്, അവർ തല്ലി ഓടിക്കുന്നു. മാർക്കിടാൻ വേണ്ടി പോയ അധ്യാപകൻ്റെ അയാളെ മർദ്ദിച്ച് അയാൾ ആത്മഹത്യ ചെയ്യുന്നു. ഇത് കേരളത്തിലല്ല വേറെ എവിടെയും നടക്കൂ. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമല്ല ഇന്ന് നടക്കുന്നത്. ഇന്ന് നടക്കുന്ന ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനമാണ്. KSU പ്രവർത്തകന്മാർക്ക് ഒരു കോളേജിലും പ്രവർത്തിക്കാൻ പറ്റില്ല. അവരെ മർദ്ദിച്ച് അവശരാക്കുന്നു, അവരെ കൊല്ലുന്നു. തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ ഒരു വിദ്യാർത്ഥി ജയിച്ചു ഒരോട്ടിന്. അതാണ് കറണ്ട് പോയി. പിന്നെ വോട്ടെണ്ണിയപ്പോൾ 8 വോട്ടിന് അവരങ്ങ് ജയിച്ചു. എന്ത് വിദ്യാർത്ഥി പ്രവർത്തനമാണ്? അതുകൊണ്ട് SFI പോലെയുള്ളൊരു ഗുണ്ടാ സംഘങ്ങളുടെ തേർവാഴ്ച അവസാനിപ്പിക്കാതെ കേരളത്തിലെ കലാലയങ്ങൾ രക്ഷപ്പെടില്ല. ഇവിടെ ഇനി കലാലയങ്ങളുണ്ടാവും, പക്ഷേ വിദ്യാർത്ഥികളുണ്ടാവില്ല. അവരെല്ലാം വേറെ കോളേജുകളിലും സംസ്ഥാനത്തും രാജ്യത്തും പോയി പഠിക്കുകയാണ്. ഇപ്പോൾ EDയെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ആരോപണം ഇതേപോലെ CPMൻ്റെ ഭാഗത്ത് വന്നത്. ഡൽഹിയിൽ കെജ്രിവാളിൻ്റെ നേരെ ED അന്വേഷണം നടക്കുമ്പോൾ അതിനെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാടെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസ്സിന് തന്നെ ഫണ്ടിൻ്റെ കാര്യങ്ങൾക്കൊക്കെ എതിരെ കേന്ദ്ര ഏജൻസി വരുമ്പോൾ കർക്കശമായ നിലപാടുണ്ട്. അവിടെ ഒരു നിലപാടും കേരളത്തിൽ ED വന്ന് ഇതേ രീതിയിൽ നടത്തുമ്പോൾ മറ്റൊരു നിലപാടുമാണ് സ്വീകരിക്കുന്നത് എന്നൊരു ആക്ഷേപമുണ്ട്. സത്യത്തിൽ EDയുടെ കാര്യത്തിൽ എന്താണ് കോൺഗ്രസിൻ്റെ ഒരു ക്ലാരിറ്റി? കേരളത്തിൽ ED വരില്ല, കാരണം ഇവർ തമ്മിൽ നല്ല ധാരണയായതുകൊണ്ട് വരാൻ പോകുന്നില്ല. കേരളത്തിൽ EDയും ഇൻകം ടാക്സ് CBI അന്വേഷിച്ചല്ലോ. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്തുണ്ടായി? ഞങ്ങളാണോ EDയെ കൊണ്ടുവരാൻ പറഞ്ഞത്? മുഖ്യമന്ത്രിയല്ലേ. മുഖ്യമന്ത്രിക്ക് അത്ര വിശ്വാസമായിരുന്നു മോഡിയിൽ.
മുഖ്യമന്ത്രിക്ക് ഏറ്റവും വലിയ വിശ്വാസമായിരുന്നു നരേന്ദ്രമോദിയെ. അതുകൊണ്ട് അദ്ദേഹം കത്തെഴുതി ED വന്ന് പരിശോധിക്കാൻ. ഒന്നും ഉണ്ടായില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ 2 വർഷം ജയിലിൽ കിടന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് പോലും ആരും അയച്ചില്ല. അയച്ചോ? അതുകൊണ്ട് ED കേന്ദ്ര ഏജൻസികൾ വരണമെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. ലൈഫ് മിഷൻ കേസ്, വിദേശത്തുനിന്ന് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയ കേസിൽ ED വന്നിട്ട് ഇവിടെ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. ഇപ്പം മാസപ്പടി കേസിൽ, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ അന്വേഷണം പറയും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ED വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നിവർ പറയുന്നത്. കാരണമാണ് ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരിലായിരുന്നു ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണമെങ്കിൽ ആ മുഖ്യമന്ത്രി ഇവരെന്നേ ജയിലിലിട്ടേന്. എത്രയോ കേസുകൾ അങ്ങനെ സംഭവിക്കുന്നു. ഞങ്ങളാരും ED വന്ന് ഇദ്ദേഹത്തെ ജയിലിലിടണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് അതിന് താല്പര്യവുമില്ല. EDയും CBIയും കേന്ദ്ര ഏജൻസികളും ചെയ്യുന്ന തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ഞങ്ങൾ പറയും. അത് പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങളാരും അതിൻ്റെ മുമ്പിൽ പോകാതെ ഒളിച്ച് നടന്നിട്ടുമില്ല. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മണിക്കൂറുകളോളം EDയുടെ മുമ്പിൽ പോയി വിളിച്ചപ്പോൾ പോയി. ഐസക്ക് 9 തവണ വിളിച്ചപ്പോൾ പോകുന്നില്ലല്ലോ. എന്താ പോകാത്തത്? ഐസക്ക് എന്താണ് പോകാത്തത്? ഞങ്ങളൊക്കെ പോയല്ലോ. ഞങ്ങളുടെ നേതാക്കന്മാർ പോയല്ലോ. ഐസക്കിന് എന്തോ ഒളിക്കാനുണ്ട്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ച തോമസ് ഐസക്ക് എന്തുകൊണ്ട് EDയുടെ മുമ്പിൽ പോകുന്നില്ല? മസാല ബോണ്ട് അദ്ദേഹത്തിൻ്റെ അറിവോടെ ചെയ്തതാണ്. വലിയ തെറ്റാണ് ചെയ്തത്. ലാവ്ലിൻ കേസിന് ബന്ധമുള്ളൊരു കമ്പനിക്ക് ഈ മസാല ബോണ്ട് വിറ്റ് ഈ കേരളത്തെ സാമ്പത്തിക ദുരിതത്തിലേക്ക് എത്തിയതാണ്. 9.97% പലിശയ്ക്ക് വാങ്ങിച്ചിട്ട് 6% ഇന്ത്യൻ ബാങ്കുകളിൽ ഈ പണം വിട്ടത്. അതൊക്കെ വലിയ തെറ്റായ കാര്യമല്ലേ? എന്ത് പെർമിഷൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയത്? ഇവിടെ സീറ്റ് നമ്മുടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വടകരയിൽ നിന്ന് ശ്രീ K മുരളീധരനെ തൃശ്ശൂരിലേക്കും അപ്രതീക്ഷിതമായിട്ട് ഷാഫി പറമ്പിലിനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നോണം വടകരയിലും കൊണ്ടുവന്ന ഒരു നീക്കം നടത്തി. സത്യത്തിൽ കോൺഗ്രസ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? 2 സീറ്റും ജയിക്കണമെന്നുള്ള ഉദ്ദേശം തന്നെയാണ്. K മുരളീധരൻ വടകരയിൽ ഒരു അനിവാര്യമായിരുന്നില്ലേ? K മുരളീധരൻ കേരളത്തിലെ 20 മണ്ഡലങ്ങളും അനിവാര്യനായ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് അവിടെ നിർത്തിയാൽ തൃശ്ശൂർ പിടിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇത്തവണ അതുപോലെ ഷാഫി ഇവിടെ നിന്നാൽ ഷാഫിയും ജയിക്കും. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ UDFന് ആകെ നഷ്ടപ്പെട്ടു പോയ ഒരേ ഒരു സീറ്റ് കേരളത്തിൽ ആലപ്പുഴയാണ്. ഇത്തവണ അവിടെ ACCയുടെ ജനറൽ സെക്രട്ടറിയാണ് മത്സരിക്കുന്നത്. എന്താണ് ആലപ്പുഴയുടെ ഒരു? ആലപ്പുഴ നഷ്ടപ്പെട്ടപ്പോൾ ഞാനൊരു ആലപ്പുഴക്കാരൻ കൂടിയാണ്, ആലപ്പുഴയിലെ MLA കൂടിയാണ്. ആ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമായിരുന്നു. എൻ്റെ നേതൃത്വത്തിൽ നടന്ന ഞാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിച്ച പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ 19 കിട്ടിയിട്ടും ഒരു സീറ്റ് പോയി. അതിനകത്ത് ഏറ്റവും വലിയ വേദന അനുഭവിച്ച ഞാനാണ് അതുകൊണ്ട് ഇത്തവണ പറഞ്ഞത് KC വേണുഗോപാൽ മത്സരിക്കണമെന്ന് ഞാൻ പരസ്യമായിട്ട് ആവശ്യപ്പെട്ട ആളാണ്. അദ്ദേഹം മത്സരിക്കുന്നു. ആ സീറ്റ് ഞങ്ങൾ പിടിച്ചിരിക്കും. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു തുടർ ഭരണം ഒരു മുന്നണിയിൽ നിന്ന് ഉണ്ടാകുന്നത്. സത്യത്തിൽ തുടർ ഭരണമായിരുന്നില്ലെങ്കിൽ കേരളവും പ്രത്യേകിച്ച് UDFും ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന അങ്ങായിരുന്നു ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് വരേണ്ടിയിരുന്നത്. സത്യത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു പരാജയം ഏതെങ്കിലും രീതിയിൽ അങ്ങയെ പിന്നീട് അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? ഒരു സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കുമെന്നാണ് കരുതിയത്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല BJPയുടെ വോട്ട് CPMലേക്ക് പോകുമെന്ന്. അതാണ് ഏറ്റവും നിർണായകം. അല്ലെങ്കിൽ എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിപ്പോൾ. പിന്നെ കോവിഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കോവിഡിൻ്റെ കാലത്ത് വേണ്ട പോലെ പ്രചരണം നടത്താനോ നമ്മൾ ഉന്നയിച്ച കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനോ കഴിഞ്ഞില്ല. 3, കോവിഡിൻ്റെ കാലത്ത് ജനങ്ങൾക്ക് നൽകിയ ഫ്രീ കിറ്റ്, ഫ്രീ മരുന്ന്, ഫ്രീ പണം, അരി, ഇതൊന്നും ഞങ്ങൾക്ക് പ്രതിപക്ഷത്തു നിന്നുകൊണ്ട് കൊടുക്കാൻ കഴിയില്ല. അതൊക്കെ വോട്ടർമാരെ സ്വാധീനിച്ച ഘടകങ്ങളാണ്. അതുകൊണ്ടൊന്നും എനിക്ക് നിരാശയൊന്നുമില്ല. ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടി ഏൽപ്പിക്കുന്ന ഒരു സ്ഥാനമില്ലെങ്കിലും 2.5-3 വർഷക്കാലമായി ഞാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരാളാണ്. എനിക്ക് പ്രത്യേകിച്ച് സ്ഥാനമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും എൻ്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന സ്ഥാനത്ത് വരണമെന്നൊരു നിർബന്ധവും എനിക്കില്ല. പാർട്ടി എന്നെ ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും ഞാൻ ഒരു പരാതിയുമില്ലാതെ, ഞാൻ ഈ മാറിയ ശേഷം ഏതെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഞാൻ ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഞാൻ കൊടുത്തിട്ടുണ്ടോ?
എൻ്റെ സ്ഥാനത്ത് മറ്റു പലരുമായിരുന്നെങ്കിൽ അവരെന്തെല്ലാം ആയിരുന്നു ഇവിടെ ചെയ്യാൻ പോകും. ഞാൻ എന്ന് പാർട്ടി എനിക്ക് ധാരാളം സ്ഥാനങ്ങൾ നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു പരാജയം ഉണ്ടായ സാഹചര്യത്തിൽ എനിക്ക് സ്ഥാനം ഒഴിയേണ്ടി വന്നു. എനിക്കൊരു പരാതിയുമില്ല. പാർട്ടിക്ക് വേണ്ടി മുഴുവൻ സമയം, ജീവിതകാലം മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ മനസ്സുള്ള, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സ്ഥാനമാനങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. നാളെ ഇപ്പോൾ എനിക്കൊരു സ്ഥാനമില്ല പ്രത്യേകിച്ച്. ഇല്ലെങ്കിലും ഞാൻ എന്നെ മഹാരാഷ്ട്ര ഏൽപ്പിക്കുന്നു. എന്നെക്കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ചെയ്യാം. കേരളത്തിലെ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചുമതല ഏൽപ്പിച്ചു. അതും എനിക്ക് കഴിയാവുന്ന ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു പരിഭവം എനിക്കില്ല ആരോടും. കേരളത്തിൽ കോൺഗ്രസിൻ്റെ പല നേതാക്കളും പല ഘട്ടങ്ങളിലുമായി കോൺഗ്രസ് വിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ശ്രീ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിടുമ്പോൾ അതിനൊരു വൈകാരികമായ മറ്റൊരു തലമുണ്ട്. ശ്രീ കെ കരുണാകരൻ, ലീഡറുടെ മകൾ, അതായിരുന്നു ആ കൂറുമാറ്റത്തോടുകൂടെ BJP പ്രധാനമായും ഉയർത്തിക്കാട്ടിയ ഒരു വിഷയം. സത്യത്തിൽ പത്മജ വേണുഗോപാലിൻ്റെ ആ BJPയിലേക്കുള്ള പോക്ക് കോൺഗ്രസ് തടയാൻ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ മുന്നിലുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ചർച്ചകളോ സംഭാഷണങ്ങളോ നടന്നിരുന്നു? അങ്ങേപ്പോലൊരു നേതാവ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ എല്ലാവരുമായി, പ്രത്യേകിച്ച് ഈ നേതാക്കളുമൊക്കെ ഏറെ അടുപ്പമുള്ളൊരു കേരളത്തിലെ നേതാവെന്ന നിലക്ക് നേരത്തെ എന്തെങ്കിലും സൂചന ലഭിച്ചിരുന്നു? ഒരു സൂചനയില്ല. ആദ്യം ഒരു വാർത്ത വന്നു ഞാൻ പോകുന്നു. അപ്പോൾ ഞാൻ പത്മജയെ വിളിക്കാനായിട്ടിരുന്നപ്പോഴാണ് പത്മജ തന്നെ അത് തെറ്റാണ് എന്നൊരു പോസ്റ്റ് ഇട്ടു. പിന്നെ നമ്മൾ വിചാരിച്ച പ്രശ്നമില്ലല്ലോ എന്നായത്. പക്ഷേ അടുത്ത ദിവസം വാർത്ത വന്നത് പുള്ളിക്കാരി പത്മജ വേണുഗോപാൽ പോകുന്നു എന്നുള്ളത്. പക്ഷേ അപ്പോൾ ഞാൻ ഫോൺ വിളിച്ചു നോക്കി, പക്ഷേ ഫോൺ എടുത്തില്ല. പത്മജയ്ക്ക് ഞാൻ KPC പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ മാന്യമായി പരിഗണന നൽകിയിട്ടുണ്ട്. പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ അവസരം കൊടുത്തു, ജയിച്ചില്ല. തൃശ്ശൂർ പോലെ സീറ്റിൽ സിറ്റിംഗ് സീറ്റ് MLA ആയിരുന്ന തേറമ്പിൽ രാമകൃഷ്ണനെ മാറ്റി. അദ്ദേഹം ഇപ്പോൾ എന്നാലും ജയിക്കും കേട്ടോ. തേറമ്പിൽ ഇപ്പോൾ എന്നാലും ജയിക്കും. അദ്ദേഹത്തെ മാറ്റി 2 തവണ പത്മജ വേണുഗോപാലിൻ്റെ സീറ്റ് കൊടുത്തു. 2 തവണയും ജയിച്ചില്ല. KPCC ജനറൽ സെക്രട്ടറി ആക്കി, രാഷ്ട്രീയകാര്യ സമിതി അംഗമാക്കി, AICC മെമ്പറാക്കി. ഇതിൽ കൂടുതലൊരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനതാ പറയുന്നത്, നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി എനിക്കങ്ങനെ പ്രധാനപ്പെട്ട പൊസിഷൻസ് ഉണ്ടോ? പക്ഷെ ഞാൻ എല്ലാ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയും ജനങ്ങളുമായി ബന്ധപ്പെടുകയും എല്ലാ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. വാസ്തവത്തിൽ ഇപ്പോൾ സ്ഥാനമില്ലാത്തപ്പോഴാണ് കൂടുതൽ ജനങ്ങളുടെ പിന്തുണ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്നാലും ഭയങ്കര ആൾക്കൂട്ടം, ഏത് യോഗത്തിൽ ചെന്നാലും ജനങ്ങളുടെ സ്വീകരണം. നമ്മളെല്ലാവരും പാർട്ടിക്കകത്ത് സ്ഥാനം ചിലപ്പോൾ ഉണ്ടാവില്ല. പാർട്ടിക്ക് സ്ഥാനമില്ലാത്ത ഉടനെ വേറെ പാർട്ടി പോവാണോ? അത് ശരിയായ നടപടിയല്ല. ആ ഉയർന്ന പദവിയിൽ അങ്ങയെ കാണാൻ അവസരമുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമസ്കാരം.